ഹായ് വെൽക്കം ടു ഗ്രീൻ ഒയാസിസ് ഗാർഡൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ക്രീപ്പർ പ്ലാന്റ്സുമായിട്ടാണ്. ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്ലാന്റ്സൊക്കെ വീണ്ടും നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ജോൺ ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിന് സിംബാവെ ക്രീപ്പർ, പിങ്ക് ട്രംപറ്റ് വൈൻ എന്നൊക്കെ പേരുണ്ട്. സൗത്ത് ആഫ്രിക്ക സ്വദേശിയാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് വളർച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് കാലാവസ്ഥയിലും നമുക്ക് പൂക്കളെ സമ്മാനിക്കുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ജോൺ ക്രീപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനിപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് മണിമുല്ല പ്ലാന്റാണ്. മണിമുല്ല, നാഗമുല്ല എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഏകദേശം വർഷം മുഴുവൻ പൂക്കൾ സമ്മാനിക്കുന്ന നല്ലൊരു പ്ലാന്റാണ് മണിമുല്ല പ്ലാന്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല സുഗന്ധം പരത്തുന്ന ഒരു മുല്ലപ്പൂ പന്തലാണ് ആവശ്യമെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് മണിമുല്ല. അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 40 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. നമ്മളൊരു ഗാർഡനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു പ്ലാന്റാണ് ബ്ലൂ ഡേയ്സ് പ്ലാന്റ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സീസണിലും നിറയെ പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റാണ് ബ്ലൂ ഡേയ്സ് എന്ന് പറയുന്നത്. നമുക്കിതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും വളർത്തിയെടുക്കാം. ഇതിൻ്റെ പേര് പോലെ തന്നെ നീല നിറത്തിലുള്ള പൂക്കളായിരിക്കും ഇതിനകത്ത് കാണാൻ പറ്റുക. കുറച്ച് വളർച്ചയെത്തിയ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരു 10 മുതൽ 50 വരെയുള്ള പൂക്കളൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിനിപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 40 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ടെക്കോമ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റ് നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്യാം, മണ്ണിലും സെറ്റ് ചെയ്യാം. പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് റെഡിയാക്കി അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും ഈ പ്ലാന്റിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് നല്ല പൂക്കളെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ടെക്കോമ പ്ലാന്റ് എന്ന് പറയുന്നത്. വൈറ്റിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന നമ്മളെ കോളാമ്പി പൂക്കൾ പോലുള്ള അങ്ങനെയുള്ള പൂക്കളാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ വൈറ്റ് ആണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ വൈറ്റ് കളറിലുള്ള പൂക്കളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇല കാണാതെ നല്ല വൈറ്റ് കളറിൽ കുല കുത്തി പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ബ്രൈഡൽ വൈറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് നമുക്ക് ക്രീപ്പറായിട്ടും ബുഷായിട്ടും ഒരുപോലെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ പ്ലാന്റ്സിൽ എപ്പോഴും ഒറ്റ പൂവായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റില്ല. എപ്പോഴും കൊലകൊലയായിട്ട് നിറയെ പൂക്കളായിരിക്കും ഈ പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നല്ല മണമുള്ള പൂക്കളുമായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡൽ യെല്ലോ പ്ലാന്റ് ആണ്. നേരത്തെ നമ്മൾ വൈറ്റ് ആയിരുന്നു പരിചയപ്പെട്ടത്. വൈറ്റ് പോലെ തന്നെ നിറയെ പൂക്കളെ സമ്മാനിക്കുന്ന യെല്ലോ കളറിൽ പൂക്കളെ സമ്മാനിക്കുന്ന നല്ലൊരു പ്ലാന്റാണ് ബ്രൈഡൽ യെല്ലോ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്ലാന്റൊക്കെ നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കാറ്റലോഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് വഴി പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതിയാവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.